ഞങ്ങൾ PU ചിത്രയ്ക്കൊപ്പം ഹാഷ്ടാഗ് ക്യാമ്പയിൻ പീപ്പിൾ TV തുടരുകയാണ്. 10 ലക്ഷം നിവേദനങ്ങളാണ് ഈ ദേശീയ അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റിനും അധികൃതർക്കും ഞങ്ങൾ അയക്കാൻ പോകുന്നത്. ക്യാമ്പയിനിൽ അണിചേരൂ. PU ചിത്രയ്ക്ക് നിഷേധിക്കപ്പെട്ട നീതി നമുക്കവൾക്ക് വാങ്ങിക്കൊടുക്കാനാകണം. തീർച്ചയായും ഇപ്പോൾ ദേശാഭിമാനി സ്പോർട്സ് ലേഖൻ സുധേഷ് ഉണ്ട്, ദേവദാസ് ഉണ്ട്. ശ്രീ ദേവദാസ്, നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. അതായത് അഞ്ജു ബോബി ജോർജ് അടക്കമുള്ളവർ, PT ഉഷയെ പോലെയുള്ളവരൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും ഈ വിഷയത്തിൽ തയ്യാറാകുന്നില്ല. ഇവരൊക്കെ ഇങ്ങനെ ഈ അനീതി ഈ പെൺകുട്ടിയോട് കാട്ടിയിട്ട് സ്വസ്ഥമായി കഴിയണമോ? ഇവർക്കെതിരെ ഇവരർഹിക്കുന്ന നിയമ നടപടികൾക്ക് കാലവും ജനവും കൃത്യമായ മറുപടി പറയിക്കേണ്ടേ ഇവരെ കൊണ്ട് നിയമ നടപടികളിലൂടെ? അതാ ജിംഷാദ്, ഈ AFIക്കെതിരെ ഈ ഞങ്ങളെ ഗവൺമെന്റ് ഞങ്ങൾ ചിത്രയായിട്ട് പോറ് ചിത്രയായിട്ട് ഈ കേസുമായിട്ട് പോയ അവളെ ഭാവി ഇവർ തകർക്കും. ഈ PT ഉഷയും ഈ AFIയും കൽമാടി ടീമും ലളിത് ബാനോട്ട് പണ്ട് കൊള്ളയടിച്ച കോമൺവെൽത്ത് ഗെയിംസ് കൊള്ളയടിച്ച് തിഹാർ ജയിലിൽ പോയവനാണ് ഏഷ്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റ് ലളിത് ബാനോട്ട്. അങ്ങനത്തെ കൽമാടിന്റെ കള്ളന്മാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഇത് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ട് പറയാ ഈ കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. അപ്പൊ ഇവരെതിരെ കേസ് വരും, നഷ്ടപരിഹാരം വരും. പിന്നെ ഗവൺമെന്റ് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒളിമ്പിക് അസോസിയേഷൻ വഴി പോവാൻ നോക്കുക. രാജ്യാന്തര കോടതി ലൂസാനിൽ പോയിട്ട് ഇങ്ങനെ ഒരു അനീതി നടത്തിയെന്ന് അപ്പൊ ഫെഡറേഷൻ പലതിനും ഉത്തരം പറയേണ്ടി വരും. അതൊന്ന്. മൂന്നാമത്തെ കാര്യം, ഈ ചിത്രയോട് പറയാ ഇവരെ ഒന്നും നോക്കണ്ട, ധൈര്യത്തിൽ പ്രാക്ടീസ് ചെയ്തോളൂ. ഈ സ്പോർട്സ് മന്ത്രിയെല്ലാം ഇപ്പൊ വീട്ടിലെത്തിയ പറയാ ഞങ്ങൾ എന്താ വേണ്ടെന്ന് ചെയ്യാ, ഈ കുട്ടിക്ക് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സ്പോർട്സ് അമേരിക്കയിലുള്ള സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുപ്പിക്കാനുള്ള എല്ലാ മാർഗവും തേടി അവിടുത്തെ ട്രെയിനേഴ്സിനെ വെച്ചിട്ട് ചെയ്യിക്കാനുള്ള മാർഗം എല്ലാ വിധത്തിലും കേരള സർക്കാർ എത്തണം. അതാണ് ഇവർക്കുള്ള ചുട്ട മറുപടി. തീർച്ചയായും വളരെ ശരിയാണ് ദേവദാസ്. തീർച്ചയായും നമ്മോടൊപ്പം ഇപ്പോൾ ദേശാഭിമാനി കായിക റിപ്പോർട്ടർ കൂടിയായ സുധേഷ് ചേരുകയാണ്. സുധേഷ്, അതായത് വലിയ അനീതി, പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു സാധാരണക്കാരന് ബോധ്യമാകുന്ന അഴിമതി. നോക്കൂ, വെങ്കല മെഡൽ നേടിയ ദ്വിതിക് ചന്ദ് വൈറ്റ് കാർഡോടുകൂടി എൻട്രി ലഭിക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേക ഇമെയിൽ അടക്കം അയക്കുന്നു അവരുടെ പ്ലേസ്മെന്റ് ഉറപ്പാക്കാൻ. ഈ സ്വർണം നേടിയ ഈ പാവം പെൺകുട്ടിക്ക് ഒന്നും നൽകിയില്ല പുറത്ത്. ഒപ്പം ഹൈക്കോടതി വിധി അനുകൂലമായിട്ട് പോലും അവർക്കായി ഒന്നും ചെയ്യാൻ ഇവർ തയ്യാറാകുന്നില്ല. ദേശീയ അത്ലറ്റിക് ഫെഡറേഷന്റെ ഓഫീസിലെ ദൃശ്യങ്ങൾ ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്നതാണ് പീപ്പിൾ TV വാർത്താ സംഘത്തിന് കാണാനായത്. അത് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടുവരികയാണ്. സുധേഷ്, ജിംഷാദ്, നമ്മുടെ കായിക രംഗത്ത് എത്രയോ കാലമായി നടമാടുന്ന ഒരു കൊടിയ അനീതിയുടെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് മാത്രമാണ് നമുക്ക് ചിത്രയുടെ വിഷയത്തെ കുറിച്ച് പറയാൻ സാധിക്കുമെന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ഇത് പല താരങ്ങളുടെയും കാര്യങ്ങളിൽ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയും അല്ലെങ്കിൽ തങ്ങളുടെ അടുപ്പക്കാർക്കും മാത്രം അവസരം നൽകുകയും അവരെ മീറ്റുകൾക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവണത എത്രയോ കാലമായി തുടങ്ങിയതാണ്. ഇവിടെ ചിത്രയുടെ വിഷയത്തിൽ വന്നപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ചിത്രയുടെ പ്രകടനത്തിന് സമീപകാല പ്രകടനങ്ങളുടെ മികവുണ്ടായിട്ട് കൂടെ ചിത്രയെ ഉൾപ്പെടുത്താത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് ഒരു വലിയ വിവാദമായി മാറിയത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് അതിന് വലിയ പിന്തുണ ചിത്രയ്ക്ക് ലഭിച്ചതോടുകൂടിയാണ് ഇത് വിവാദമായത്. എന്നാൽ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല, കോടതി പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് അത്രത്തോളം അഹങ്കാരം കാണിക്കാവുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ കായിക ഭരണകർത്താക്കൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു സുപ്രഭാതത്തിലൊന്നും മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ഉടച്ചു വാർക്കൽ വലിയ കാലമെടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയായിരിക്കും. എന്നാൽ അതിലൂടെ മാത്രമേ ഇതിന് മാറ്റമുണ്ടാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ചിത്രയ്ക്ക് ഇനിയൊരു അവസരം നൽകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പ് തന്നെയായിരുന്നു. എന്നാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നീതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനമുണ്ടായി എന്നുള്ള പോസിറ്റീവായ ഒരു ഘടകം ഇതിലുണ്ടായിരുന്നു. അതിന്റെ പേരിൽ എന്തെങ്കിലും ആശ്വാസം ലഭിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങൾക്ക് മുന്നിൽ ഇതൊന്നും പ്രശ്നമല്ല, ഇതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല, ഞങ്ങളുടെ ഇഷ്ടം മാത്രമേ നടക്കൂ, ഞങ്ങളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കൂ എന്ന് നമ്മുടെ കായിക ഭരണ തലപ്പത്തുള്ളവർ ഒന്നുകൂടെ ഉറപ്പിച്ചിരിക്കുകയാണ്. വേറൊരു തരത്തിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഇതിലുണ്ടാവുന്നില്ല. വിജയ് ഗോയൽ ഞങ്ങൾ അത് ശ്രമിക്കാം, ചിത്രയ്ക്ക് അവസരം നൽകാമെന്ന് പറയുകയല്ലാതെ അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു സമ്മർദ്ദവും ആ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ചിത്ര എന്താണോ ചിത്രയ്ക്കുണ്ടായ ദുരനുഭവം, ആ ദുരന്തത്തിന് ഇരയായ കുട്ടി അത് അനുഭവിക്കുക എന്നുള്ള വിധി തന്നെയാണ് നമ്മുടെ കായിക രംഗത്ത് എല്ലാവർക്കും മുൻപ് പല താരങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്.
ഇവിടെ പറഞ്ഞ പോലെ അഞ്ജു ബോബി ജോർജും PT ഉഷയും അവർക്കറിയാം എവിടെ അനുകൂലമല്ലാത്ത രീതിയിൽ കായിക ഭരണകർത്താക്കൾക്കെതിരായി പ്രതികരിച്ചാൽ തങ്ങളുടെ കസേര പോലും ഇല്ലാതാകും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അത് മാത്രമല്ല തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യം വല്ല മെച്ചവും ഉണ്ടാവുന്ന കാര്യങ്ങളിൽ മാത്രമാണ് അവർക്ക് ഇടപെടാനും താല്പര്യം. അതിൽ മാത്രമേ അവർ ഇത്രകാലം ഇടപെട്ടിട്ടുള്ളൂ എന്നുള്ളത് തന്നെ വ്യക്തമാവുന്നതാണ്. അതുകൊണ്ട് അത്തരക്കാരിൽ നിന്നും വലുതായൊന്നും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. മലയാളികളാണ്, അതുകൊണ്ട് നമ്മളെ സഹായിച്ചേക്കാം എന്നുള്ള ഒരു കാര്യം അവർക്ക് PT ഉഷയ്ക്കും അഞ്ജു ബോബി ജോർജിനും ഇതിനകത്തുള്ള മുഴുവൻ കള്ളക്കളികളെ കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവർ തന്നെയാണ്. അവരിൽ നിന്നും ഒരു നീതി നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ നമ്മുടെ കായിക ഭരണകർത്താക്കൾ എല്ലാ കാലത്തും ഇങ്ങനെയായിരുന്നു. ഇത്തരം ഭരണ നേതൃത്വം കായിക രംഗത്ത് നിന്നും ഇല്ലാതാകുന്ന കാലത്ത് മാത്രമേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. തീർച്ചയായും സുധേഷ്, അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ കൂടി പുറത്തേക്കെത്തുകയാണ്. ഇത്തരത്തിൽ നോക്കൂ, അവസാന നിമിഷം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. അതായത് ഇതിൽ പരാതിക്കാരുണ്ടാകുമെന്നും ഈ ഗൂഢാലോചനയും ഈ അഴിമതിയും നടത്തിയവർക്കൊക്കെ അറിയാം ഇതിൽ പരാതിക്കാരുണ്ടാകും. തീർച്ചയായും അർഹർ പുറന്തള്ളുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക തിരിച്ചടി ഉണ്ടാകും. അതിനൊന്നും സമയം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. എന്നിട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം മുടന്തൻ ന്യായങ്ങൾ മുമ്പോട്ടേക്ക് വെക്കുന്നു. ഒടുവിൽ കോടതിയുടെ ഇടപെടലുകളെ അതിജീവിക്കാൻ വേണ്ട ഊർജവത്തായി പ്രവർത്തിക്കേണ്ട സമയത്ത് പോലും നിസ്സംഗമായി കാര്യങ്ങളെ തുടരുന്നു. എന്നിട്ട് സാങ്കേതികതയുടെ പേര് പറയുന്നു, സമയപരിധിയുടെ പേര് പറയുന്നു. ഇതിനൊക്കെ എതിരെ എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കണം? സുധേഷ് നേരത്തെ പറഞ്ഞു, കാലങ്ങളായി തുടർന്നു വരുന്ന ഇത്തരം അനീതിയുടെ വശങ്ങളാവുകയാണ് PT ഉഷയും അഞ്ജു ബോബി ജോർജും ഒക്കെ. അങ്ങനെയാണെങ്കിൽ വിട്ടുകൊടുക്കാനാകുമോ? അങ്ങനെ വിട്ടുകൊടുക്കാനാകുമോ? ഇവർ ഈ സാങ്കേതികത്വം പറഞ്ഞാണ് ഇതിനെ അതിജീവിക്കുന്നതെങ്കിൽ അതിനൊക്കെ ചുട്ട മറുപടി നൽകാൻ, നിയമത്തിന്റെ വശം സ്വീകരിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറായിരിക്കുന്നു. AC മൊയ്തീൻ പറഞ്ഞു അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ആലോചനകളിലാണ് ഞങ്ങളെന്ന്. അങ്ങനെയാണെങ്കിൽ അതിലൂടെ എന്ത് സാധ്യതകളാണ് ഇവർക്കൊക്കെ നൽകാനുള്ളത്? തീർച്ചയായും അജിംഷാദ്, ഈ വിഷയത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇത് ഇത്രത്തോളം ഗൗരവമുള്ള ഒരു വിവാദമായി അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു പരിഗണന ലഭിക്കാൻ ഈ കാര്യത്തിൽ ഇടയാക്കിയത്. ചിത്രയുടെ വിഷയം പരിഗണിക്കാമെന്ന രീതിയിൽ കേന്ദ്രമന്ത്രിയും ഒപ്പം തന്നെ AFIയും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഈ സമ്മർദ്ദത്തിന്റെ ഫലമാണ്. ഈ കായിക താരത്തിന് പിന്നിൽ കേരളം ഒറ്റക്കെട്ടായി അണിനിരന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിലെങ്കിലും വിവാദം ഉയർന്നു വരാൻ കാരണം. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാവുകയും ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിന്റെയും ഒപ്പം തന്നെ മുഴുവൻ ജനങ്ങളുടെയും ഭാഗത്തുനിന്നും പ്രതികരണമുണ്ടായി വലിയ ആ രീതിയിലുള്ള ഒരു വലിയ ആക്ഷേപങ്ങൾ വരികയും വലിയ മുന്നേറ്റങ്ങൾ വരികയും മാറ്റത്തിന് വേണ്ടിയുള്ള നിയമപരമായ നീക്കങ്ങളും ഒപ്പം തന്നെ ഈ ഇത്തരക്കാരെ നമ്മുടെ തെറ്റായ വഴിയിൽ അന്യായം പ്രവർത്തിക്കുന്ന കായിക ഭരണകർത്താക്കൾക്കെതിരെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും മുഴുവൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നും കായിക പ്രേമികളുടെ പ്രത്യേകിച്ച് അവരിൽ നിന്നും വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഇതെല്ലാം ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചിത്രയ്ക്ക് നീതി കിട്ടുന്നതിനേക്കാൾ വലിയ നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, ചിത്രയുടെ വിഷയം ഇത്തരം പ്രവണതകൾക്കെതിരെ ചലിക്കാനുള്ള ഒരു ഊർജം നമുക്ക് തരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അത് തന്നെയാണ് ഇനി തുടർന്ന് ഇത്തരം ഒരു അനീതി ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് മുതിരുമ്പോൾ അതിനെതിരെ പ്രതികരണം ഉണ്ടാവുമെന്നുള്ള ചെറിയൊരു ഭയം ഉണ്ടാവാനെങ്കിലും ഇത്തരം ചലനങ്ങൾ സാധിക്കും. സുധേഷ് അങ്ങനെയാണെങ്കിൽ അറിയേണ്ടത് ഈ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പീപ്പിൾ TV #, ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു. ഒരു പക്ഷേ ഈ ഹൈക്കോടതിയുടെ വിധിയുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും സാധ്യതകൾ ഈ അന്താരാഷ്ട്ര മേളയിൽ പങ്കെടുക്കാൻ, ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ PU ചിത്രയ്ക്ക് മുന്നിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇനി? അജിംഷാദ്, അത് നമ്മളിനി ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. ചിത്രയെ നിരാശപ്പെടുത്താൻ പറയുകയല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾ പറഞ്ഞു വളരെ അവസാന നിമിഷം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ഇതൊന്നും പുറത്ത് വളരെ മാന്യമായ രീതിയിൽ സ്പോർട്സിനെ അങ്ങേയറ്റം പവിത്രമായി കാണുന്ന പല രാജ്യങ്ങളിലും ഇതൊന്നും നടക്കില്ല. അവർക്ക് മത്സരത്തിന് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പട്ടിക ലഭിക്കുകയും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ വരുത്തുകയും
അതിനനുസരിച്ച് താരങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും മത്സര സൗകര്യങ്ങൾ ഒരുക്കുകയും അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അവർ അതെല്ലാം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ ആലോചിച്ചുറപ്പിച്ച് നടത്തുന്നതാണ്. അപ്പൊ ഇനി അവസാന ഘട്ടത്തിൽ ചിത്രയെ പങ്കെടുപ്പിക്കുക എന്നുള്ളത് ഒരു സാധ്യമായ കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ആ സ്വപ്നം അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ സാധ്യതകൾ ആ കാര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടായത് വളരെ നമ്മുടെ കായിക രംഗത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു ഘടകം തന്നെയാണ്. അത് ഇനിയുള്ള നമ്മുടെ കായിക താരങ്ങൾക്ക് ഒരു പ്രചോദനമാവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഇത്തരം അനീതി നേരിടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയും അതിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾക്ക് അതിനുള്ള പ്രചോദനം ഉണ്ടാവുകയും ചെയ്യുന്ന ഒന്നാണ് ചിത്രയുടെ വിഷയം. തീർച്ചയായും സുധേഷ് തുടരൂ. ദേവദാസിലേക്ക് കൂടി. ദേവദാസ്, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യയേക്കാൾ ഒരുപാട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ പോലും മുന്നോട്ട് കായിക രംഗത്ത് മുന്നോട്ടെത്തുമ്പോൾ, വിവിധ കായിക മേഖലകളിൽ മുന്നോട്ടെത്തുമ്പോൾ, അത്ലറ്റിക് അടക്കമുള്ളവയിൽ മുമ്പോട്ടെത്തുമ്പോൾ നാം പറയാറുണ്ട് വംശീയമായി അവർക്ക് കിട്ടിയ ചില കായിക ശേഷിയുടെ ഫലമാണെന്നൊക്കെ. എന്തുകൊണ്ട് ഇന്ത്യ പിന്നിലോട്ടാകുന്നു? ഈ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഓടി വിജയിക്കാമെങ്കിൽ അവൾക്ക് ലോകത്തും വെന്നിക്കൊടി പാലിക്കാനാകും. പക്ഷെ അവൾക്ക് അവസരം നൽകുന്നില്ല. ഇന്ത്യയുടെ ഗോസായിമാരുടെ ഇടപെടൽ, ഉപജാപക വൃന്ദത്തിന്റെ ഇടപെടൽ അത്ര ശക്തമായുണ്ട്. കായിക ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാകുമോ ഇങ്ങനെ? അജിംഷാദ്, ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് കായിക മേഖല എന്ന് പറഞ്ഞാല് കൊള്ളയടിക്കേണ്ട ഒരു വേദിയാ. അതാണ് നിങ്ങൾ കാണേണ്ട. ഇത് മാത്രം പാതി. ഈ കാവ്യകള് പണ്ട് വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് 2001 ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ നടത്താന്ന് പറഞ്ഞ് 400 കോടി ചെലവിട്ടിട്ട് മുഖ്യവരാ ഇവർ. അന്ന് BJP ഗവൺമെന്റ് ഇതേ കൽമാടീനെ ഉപയോഗിച്ചിട്ടും ഷീല ദീക്ഷിത്തിനെ ഉപയോഗിച്ചിട്ടും ഗെയിംസ് മുക്കിയിട്ട് വേറെ ഫ്രഷ് ഫണ്ട്സ് കൊണ്ട് 1000 കോടിയോടെ 2003 ഹൈദരാബാദിൽ ഗെയിംസ് നടത്തിയ കാട്ടുകാളൻ വീരപ്പന്മാരാണ് ഇവർ. അവര് അതിൽ നിന്നാണ്, അതിന്റെ കൈക്കൂലി പൈസ കൊണ്ടാണ് കോമൺവെൽത്ത് ഗെയിംസ് ഡൽഹിയിൽ കിട്ടി. പിന്നെ 80,000 കോടി സൈഫൺ ചെയ്ത് കൽമാടി കോൺഗ്രസ് ഗവൺമെന്റ്. അപ്പൊ ഇവർക്ക് ഗെയിംസ് ഇനിയിപ്പോ ഒളിമ്പിക്സിനാണ് ശ്രമിക്കുന്നത്. ഒളിമ്പിക്സ് 2 ലക്ഷം കോടി ഗെയിംസാ. അപ്പൊ എങ്ങനെ മുക്കാൻ പറ്റുന്നതാണ് ഇവർക്കുള്ളൂ. ഇവർക്ക് കക്കുവാന്നുള്ളതേ ഉള്ളൂ. അതിൽ ചിത്രയൊന്നും ഇല്ല. അതിന് സാധാരണ നമ്മൾ പറയും സ്പോർട്സ്മാൻമാരെ കൊണ്ടുവന്നാലേ ഇനി രക്ഷയുള്ളൂ. ഈ സ്പോർട്സ്മാൻമാരെ കൊണ്ടുവരേണ്ടത് ഈ PT ഉഷയും അഞ്ജു ബോബി ജോർജും ഷൈനി വിൽസണും ഈ ചന്ദ്രനും ഈ വത്സനും അങ്ങനത്തെ എല്ലാം കക്ഷികൾ. അവരെന്താ ഈ കാലം അത്രയും ചെയ്തത്? ഈ കൽമാടിക്ക് വേണ്ടിയിട്ട് കഞ്ഞി വെച്ചുകൊടുത്തവർ. അപ്പോ ഇനി അവര് കയറിയാൽ വേറെ കൽമാടിമാരാവും. അതാണ് ഈ കുട്ടീന്റെ ഭാവി തകർത്തിരിക്കുന്നു ഈ അത്ലറ്റിക്സിൽ. അത് നോക്കാണ്ട് ഞങ്ങള് ഗവൺമെന്റ് ഈ കുട്ടീനെ ഭാഗമായിട്ട് നിന്ന് അമേരിക്കയിലോ ഏതെങ്കിലും ഒരു സ്പോർട്സ് കോളേജില് സ്കോളർഷിപ്പോടെ അയക്കുകയും ഇത് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യണം. ഗവൺമെന്റ് PU ചിത്ര ചെയ്യരുത്. എന്താ പറയാ, PU ചിത്ര ചെയ്താൽ അവളുടെ ഭാവി ഇവർ ഒന്ന് കൊല വിളിക്കും. അതാണ് അതാണ് ദേവദാസ്. അതായത് ഇനി സാധ്യതകളില്ല ഈ വിഷയത്തിൽ. ഇനി ആ പെൺകുട്ടിക്ക് സാധ്യതകളില്ല. വളരെ വേദനയോടുകൂടി കേരള സമൂഹം അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. വളരെ വേദനയോടുകൂടിയായിരിക്കും ഒരുപക്ഷെ ചിത്ര ഇത് കാണുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളൊക്കെ പറയുന്നത്. എന്നിരുന്നാലും ഈ സാങ്കേതിക വിദഗ്ധർ, കായിക വിദഗ്ധർ ഒക്കെ സൂചിപ്പിക്കുന്നത് ദേവദാസ്, ഇനിയൊരു സാധ്യത ചിത്രയ്ക്ക് മുന്നിൽ ഈ അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാകുന്നില്ല, ഈ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാകില്ല. അത്രയേറെ കുരുക്കുകൾ അവൾക്ക് മുമ്പിലേക്ക് ഈ അധികൃത വൃന്ദം ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി അവൾക്ക് ഇതിനേക്കാൾ വലിയ ഒരു വേദിയിൽ മത്സരിച്ച്, ഇതിനേക്കാൾ വലിയ ഒരു വേദിയിൽ മത്സരിക്കാൻ പ്രാപ്തമാക്കാവുന്ന എന്തൊക്കെ നടപടികൾ നമ്മുടെ സർക്കാരിന് ചെയ്യാനാകും? ഇപ്പോൾ ദേവദാസ് സൂചിപ്പിച്ചു, അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി. പറയൂ. അപ്പൊ അജിംഷാദ്, ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് ഈ കള്ള തിരുമാലി അടയ്ക്കെന്ന് ഈ കുട്ടിയെ രക്ഷിക്കണം. അല്ലെങ്കിൽ ഈ കുട്ടീനെ വീണ്ടും കോച്ചിങ്ങിൽ പിടിച്ചിട്ട് സായിലും മറ്റേതും കൊണ്ടുപോയിട്ടിട്ട് വല്ല വിറ്റാമിൻ എന്ന് പറഞ്ഞിട്ട് പാവത്തിനൊന്നും അറിയില്ല ഈ കോച്ചുമാർ കൊടുത്തിട്ട് ഉത്തേജക മരുന്ന് കൊടുത്തിട്ട് ഇതിനെ കുടുക്കിയിടും. അതിലും നല്ലത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അവൾ ഇപ്പൊ ഡിഗ്രി റിസൾട്ട് വന്നപ്പോഴാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഈ CV വെച്ചിട്ട് അയച്ച് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പോടെ നേടാൻ വേണ്ടി കേരള സർക്കാർ
സർക്കാരിന്റെ ആൾക്കാർ ഇവളെ ഹെൽപ്പ് ചെയ്യണം, ഇവളുടെ കോച്ചിനെയും കൂടി ഹെൽപ്പ് ചെയ്യണം. എന്നിട്ട് ഇവളെ വേറെ ഒരു തലത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് മതി ഇതിലേക്ക് പോകാൻ. അതേസമയം തന്നെ കേരള ഗവൺമെന്റ് ഈ കുട്ടിക്കെതിരെ നടന്ന നീതി ഹൈക്കോടതിയുടെ വിധിന്റെ പകർപ്പും തിങ്കളാഴ്ച സൂചിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി നഷ്ടപരിഹാരം AFIക്കെതിരെ ഇത് കൊടുക്കണം. പിന്നെ PT ഉഷക്കെതിരെ പ്രസ് കോൺഫറൻസ് എല്ലാം നടത്തിയിട്ട് ഈ കുട്ടിയെ അവഹേളിച്ചതിന്റെ എതിരെയും എല്ലാം നഷ്ടപരിഹാരം. കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ എതിരെയും കേസ് കൊടുക്കണം. ഇവർ കഞ്ഞി വെച്ചിരിക്കുന്നു. ഇവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പല ആളും ഉത്തേജകം കഴിഞ്ഞ തവണയെല്ലാം ഉത്തേജക മരുന്നിൽ പിടിച്ചവർ പോലും ഇപ്പോൾ ലണ്ടനിലേക്ക് പോയിരിക്കുന്നു. ഇവരുടെ പണി ഇതിന്. ഇപ്പൊ ദ്യുതി ചന്ദിന്റെ കാര്യം പറയാം. അവൾ വെങ്കല മെഡൽ നേടിയ മാത്രമല്ല ഇതിൽ കൂടുതൽ ആണിന്റെ ക്രോമസോംസ് ആണ് അവൾക്ക് കൂടുതൽ എന്ന് പറഞ്ഞ് അവൾ അന്വേഷണം നേരിടുന്ന പെണ്ണാണ് ദ്യുതി ചന്ദ്. ഇപ്പൊ ആ വിധി വന്നാൽ ഇവർ പുറത്തേക്കണ്ട. പക്ഷെ ആ വിധി വരുന്നതിന്റെ മുമ്പേ മത്സരിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് മാത്രമാണ് ദ്യുതി ചന്ദ്. എന്നിട്ടാണ് 100 മീറ്ററിൽ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്യാമെന്ന് ഉറപ്പുള്ള ഈ ദ്യുതി ചന്ദിനെ കയറ്റി അയച്ചിരിക്കുക. അതിലും നല്ല സ്കോപ്പാണ് ചിത്രക്ക്. എന്താ പറയാ, 1500 മീറ്റർ എന്ന് പറഞ്ഞാൽ മിഡിൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതത് ദിവസത്തെ ഫോമാണ് അതിനെ ഇതാക്കുന്നത്. അതിൽ ചിത്രക്ക് വീണ്ടും ചാൻസ് ഉണ്ട്. ചില സമയം ചിത്ര ആ ദിവസം മികച്ച പ്രകടനം നടത്തിയാൽ ചിത്ര ഒരു ഫൈനലിൽ പോലും എത്താൻ പറ്റും. അത് ഓൾക്കൊരു എക്സ്പീരിയൻസും ആവും. 26-ാം വയസ്സിൽ ഒരു 4 കൊല്ലം കഴിഞ്ഞ് ആഫ്രിക്കൻ കൺട്രീസിലെല്ലാം പല കൺട്രീസിലും 19 വയസ്സിൽ വന്നവരായി 23-ൽ ഒളിമ്പിക് ചാമ്പ്യനും ലോക ചാമ്പ്യന്മാരുമായിട്ട് മാറുന്നത്. കെനിയയിലെല്ലാം നിങ്ങൾ നാഷണൽ മീറ്റിൽ സ്കൂൾ മീറ്റിൽ പോലും ചാമ്പ്യന്മാരായ അവരെയാണ് കെനിയ ഈ 19-ാം വയസ്സിൽ 17-ാം വയസ്സിൽ ടീമിലിട്ട് ഒളിമ്പിക്സിന് അയക്കും. എന്തിനാണെന്നറിയാം, എക്സ്പീരിയൻസ് നേടാൻ. അവരാണ് 21-ാം വയസ്സിൽ 25-ാം വയസ്സിൽ ഒളിമ്പിക് ചാമ്പ്യന്മാരായത്. ആ ബുദ്ധി പോലും ഇല്ലാത്ത തിരുമണ്ടന്മാരായ AFIയും ഈ അത്ലറ്റിക് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയെയും ഉടനടി പിരിച്ചുവിട്ട് എഡോക് കമ്മിറ്റി ആക്കണം. BCCI പിരിച്ചുവിടുന്ന പോലെ തന്നെ. ഇല്ലെങ്കിൽ ഈ വീരപ്പന്മാർ കട്ട് ഇങ്ങനെയാക്കി ഉഷമാർ ഇവർക്ക് ഇങ്ങനെ കഞ്ഞി വെച്ച്. അങ്ങനെയാണെങ്കിൽ ദേവദാസ്, അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് നീതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് നൽകേണ്ട ഒരു നഷ്ടപരിഹാരമുണ്ട്. അതൊന്നുമാകില്ല എങ്കിൽ പോലും അതൊരു പ്രതീകമാണ്. ആ നഷ്ടപരിഹാരവും കടുത്ത ശിക്ഷയും ഇവർക്കെതിരെ വേണം, ഈ ഉപജാപം കെട്ടിച്ചമച്ചവർക്കെതിരെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. PU ചിത്രയ്ക്കൊപ്പമാണ് പീപ്പിൾ TV. PU ചിത്രയ്ക്ക് വേണ്ടി #ക്യാമ്പയിൻ ഞങ്ങൾ തുടരുകയാണ്. 10 ലക്ഷം നിവേദനമാണ് ഈ അധികൃതർക്ക് നൽകാനായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അതിൽ അണിചേരുക. PU ചിത്രയോട് കാണിച്ച വലിയ അനീതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിലാകമാനം ഉരുണ്ടുകൂടുന്നത്. ഇതാ കായിക മന്ത്രി AC മൊയ്തീൻ PU ചിത്രയെ കാണാനായി PU ചിത്രയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. തീർച്ചയായും അതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം ചേരും. ദേവദാസിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോവുകയാണ്. ദേവദാസ്, AC മൊയ്തീൻ അടക്കം മന്ത്രി അവിടെ എത്തുന്നു. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി PU ചിത്രയ്ക്ക് നൽകിയതാണ്. ഇന്നിതാ മന്ത്രി നേരിട്ട് പോകുന്നു. ഇനി നമുക്ക് പൊതുസമൂഹത്തിനുള്ള ഒരു കാര്യം അറിയേണ്ടത് നഷ്ടപരിഹാരമാണ്. നഷ്ടപരിഹാരത്തിന്റെ സാധ്യത PU ചിത്രയ്ക്ക് മുന്നിൽ എത്ര? അവസാന നിമിഷം ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇത്തരം സ്വർണം നേടിയ അർഹരെ പുറംതള്ളിയ ഈ നടപടിക്കെതിരെ, ഹൈക്കോടതി വിധിയെ തുടർന്ന് അട്ടിമറിക്കുന്ന ഈ നടപടിക്കെതിരെ ഇവൾക്ക് നഷ്ടപരിഹാരമെങ്കിലും വേണ്ടേ? അതിന്റെ സാധ്യതകൾ എന്തൊക്കെ ദേവദാസ്? അതാ അജിംഷാദ്, ഇപ്പൊ ഞങ്ങൾ ചെയ്യേണ്ടത് 10 ലക്ഷം #ല് ഒപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ 10 കോടിക്ക് ഗവൺമെന്റ് എന്തറിയാ, കേരള ഗവൺമെന്റിന്റെ കേരളത്തിലെ ഒരു കുട്ടിക്കാണ് ഈ അപമാനം സഹിച്ചത്. അതുകൊണ്ട് ഈ AFIയോ ഒളിമ്പിക് കമ്മിറ്റിയോ ഒന്നും എടുക്കേണ്ടതല്ല. കേരളത്തിലെ കുട്ടീന്റെ ഇന്ത്യയിലേക്കുള്ള ഒരു സാധ്യത അടച്ച ഈ ഗോസായിമാരും കള്ള വീരപ്പന്മാർക്കും എതിരെ തീർച്ചയായും ദേവദാസ്, ഇതാ നമ്മുടെ #ക്യാമ്പയിന്റെ വിജയം എന്നോണം ഒരുപക്ഷെ കസ്തൂരി രംഗൻ എന്ന പ്രേക്ഷകൻ നിയമ പോരാട്ടത്തിന് ചിത്രയ്ക്ക് നൽകാനുള്ള തുകയും ആയി എത്തിയിരിക്കുന്നു. 50,000 രൂപ നിയമ പോരാട്ടത്തിന് സഹായം നൽകാൻ ചിത്രയ്ക്ക് നൽകാമെന്നേറ്റുകൊണ്ട് കസ്തൂരി രംഗൻ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നു. ശ്രീ കസ്തൂരി രംഗൻ, താങ്കൾ ലൈനിലുണ്ടോ? അതാണ് PU ചിത്രയോട് നടത്തിയ ഈ അനീതിക്കെതിരെ എന്തൊക്കെ രീതിയിലാണ് കേരളം പ്രതികരിക്കേണ്ടത്? ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണ് കസ്തൂരി രംഗൻ 50,000 രൂപ ചെക്ക് ഇന്ന് കൊറിയറിൽ അയച്ചിട്ടുണ്ട് ചിത്രയ്ക്ക്. വെരി ഗുഡ്. കസ്തൂരി രംഗൻ, അതായത് ഈ അനീതിക്കെതിരെ
അതായത് PU ചിത്രയ്ക്ക് നീതി വേണം, അതിന് അവൾ നിയമപരമായി പോരാട്ടം നടത്തണം. അതിനുള്ള സഹായത്തിനാണോ താങ്കൾ ഈ 50,000 രൂപയുടെ ചെക്ക് PU ചിത്രയ്ക്ക് നൽകിയത്? തീർച്ചയായും അതിനും പിന്നെ അവരുടെ കുടുംബസ്ഥിതിയും ഞാൻ TV യിൽ കണ്ടു. അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ ഞാനൊരു മൃദംഗിസ്റ്റാണ്, ബിസിനസ്മാനാണ്, ഇപ്പൊ ഫിലന്തറോപ്പിസ്റ്റാണ്. തീർച്ചയായും കസ്തൂരിരംഗൻ, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ദേവദാസ് ഒരു സാധാരണക്കാരനായ കലാകാരനായ പൗരനായ ഒരു സാധാരണ പൗരനായ കസ്തൂരിരംഗന് തോന്നിയ ആ വിശാല ഹൃദയം പോലും നമ്മുടെ അധികൃതരെന്ന് പൊതുപ്പണം കൈപ്പറ്റുന്നവർക്ക് ഉണ്ടായില്ലല്ലോ എന്ന് സഹതപിക്കാം. ദേവദാസ്, അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, അതാണ് ശരി. ഇങ്ങനത്തെ കസ്തൂരി രംഗന്മാരും പോലും കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ചിത്രേന്റെ പിന്നിലാണ്. PT ഉഷയും അഞ്ജു ബോബി ജോർജിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകോട്ടയിലേക്ക് എഴുതപ്പെട്ടിരിക്കുന്നു. അവൾ എത്ര കളിച്ചാലും ഈ കേരള മനസാക്ഷിയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റൂല. ഇതെന്താ വേണ്ടെന്നാണ് 10 കോടിക്ക് കേരള ഗവൺമെന്റ് ഇന്ത്യയില് ഒരു റെപ്രസെന്റേറ്റ് ചെയ്യാൻ കേരളത്തിലെ ഒരു കുട്ടിക്ക് പറ്റാണ്ട് അനീതി ചെയ്ത് പുറത്താക്കിയതിനെതിരെ കേരള ഗവൺമെന്റ് ആ കേസ് ഏറ്റെടുത്തിട്ട് കേരള ഗവൺമെന്റ് ആണ് ഹൈക്കോടതിയിൽ 10 കോടിക്ക് കൊടുക്കുക. അതിന് സുപ്രീം കോടതിയിൽ പോയാലും ആ 10 കോടി നിലനിർത്തിക്കൊണ്ട് ആ കുട്ടിക്ക് 10 കോടിയൊന്നും പോരാ, 100 കോടിയെല്ലാം വേണം. എന്താ പറയാ, ഈ അത്ലറ്റിക്സ് തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ ആ 10 കോടിയോടെങ്കിലും ആ അനീതി ചെയ്തവർ ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നഷ്ടപരിഹാരത്തിന് കേരള ഗവൺമെന്റ് പോകണം. എന്താ പറയാ, ഇന്നിപ്പം ഈ ദേശദ്രോഹം അല്ലെങ്കിൽ ദേശീയവാദം അതിദേശീയവാദം ഉയർത്തുന്നവരുടെ മുഖം എവിടെ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ? അല്ലെങ്കിൽ അവരല്ലേ ഇതാക്കേണ്ടത്? ഈ ദേശദ്രോഹം ചെയ്തത് ഈ അത്ലറ്റിക് ഫെഡറേഷനാണ് ഈ കുട്ടിയോട്. അപ്പൊ ഇപ്പൊ സാനിയ മിർസ അവിടെ പാകിസ്ഥാനിലെ ഒരു യുവാവിനെ കല്യാണം കഴിച്ച് എന്ന് ഷോയിബ് മാലിക്ക് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവളെതിരെയെല്ലാം MP-മാർ ഉറഞ്ഞു തുള്ളുന്ന ശിവസേനക്കാരും മറ്റേ കാവി സേനക്കാരും ബീഫിന് വേണ്ടി അടിച്ചു കൊല്ലുന്നവർ ഇന്ന് ഈ ചിത്രേന്റെ എതിരെ പോയപ്പോൾ എവിടെയുണ്ട്? ഉറങ്ങിക്കിടക്കുന്നു. അവരുടെ ഗവൺമെന്റ് അല്ലേ, മോഡിയല്ലേ പറഞ്ഞത് ഗേൾ വിത്ത് എ ഗേൾ. ഇവിടുത്തെ സമ്പത്ത് പെൺകുട്ടികളാണ്. ഒരു 22-കാരി കൂലിപ്പണിക്കാരന്റെ മകൾക്ക് ഈ ഒരു അനീതി നേടിയത് ഈ നോർത്ത് ഇന്ത്യയിൽ അവരുടെ മൂക്കിന് താഴെയല്ലേ? എന്തെങ്കിലും അനങ്ങിയോ? 3 ദിവസമായിട്ട് പ്രൈം മിനിസ്റ്റർ ഈച്ച പോയാൽ അറിയുന്നെന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ചിത്രയുടെ ദുഃഖം അറിയാൻ ഇപ്പൊ ഒരാഴ്ചയായിട്ടും ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ. ഈ ട്വീറ്റ് ചെയ്യുന്ന കമ്പനി വനിതാ ക്രിക്കറ്റിനെ പറ്റിയപ്പോ വനിതാ ക്രിക്കറ്റേഴ്സ് ലോകകപ്പ് ഫൈനലിൽ എത്തിയപ്പല്ലേ ട്വീറ്റ് ചെയ്യാൻ ഇവർ കണ്ടെത്തിയത്? അവരുടെ അച്ഛന്മാരെല്ലാം ചായ വിറ്റിട്ടാണ് ഏക്ദ ബിസ്റ്റ് എന്നെല്ലാം പറഞ്ഞ് കളിക്കാരി ലോകകപ്പ് ഫൈനലിൽ എത്തിയത്. അതേപോലത്തെ ഒരു സ്ഥിതിയാണ് അത്ലറ്റിക്കൽ PU ചിത്ര. ഡെയിലി വേജസ് ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ആ അച്ഛനമ്മമാർ കൂലിപ്പണിക്ക് പോകുന്നില്ല. മോളുടെ ഈ സങ്കടം കൊണ്ട് അവർക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഞങ്ങളെ ഈ ചിത്രം TV-യിലെ കൂടിയല്ലേ കണ്ടത്? തീർച്ചയാണ് ദേവദാസ്, തീർച്ചയാണ്. അതായത് ഇന്നലെ വളരെ വിറയാർന്ന കൈകളോട് കൂടിയാണ് ആ അച്ഛനും അമ്മയും അമ്മുമ്മയും PU ചിത്രയുടേത് പീപ്പിൾ TVയുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നതും. ആ ചിത്രങ്ങൾ ഈ ഘട്ടത്തിൽ മറയുന്നില്ല. തീർച്ചയായും PU ചിത്രയ്ക്ക് മുമ്പിൽ അനീതിയാണ് ഇപ്പോൾ അധികൃതർ വെച്ചു നീട്ടിയത്. കോടതി വിധിയെപ്പോലും മറികടക്കുന്ന ഗൂഢാലോചനയുടെ ആഴങ്ങളാണ് PU ചിത്രയുടെ വിഷയത്തിൽ ഇന്ന് നമ്മൾ കണ്ടത്. PU ചിത്രയ്ക്ക് അന്താരാഷ്ട്ര ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാകുന്നില്ല എന്നത് ഏറ്റവും പുതിയ വിവരമായി പുറത്തെത്തുമ്പോൾ ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ കോടതി വിധിയെപ്പോലും അട്ടിമറിച്ചത്. PU ചിത്രയ്ക്ക് മുമ്പിൽ നീതിയില്ല. പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിനും ആരംഭിച്ചു. ഞങ്ങൾ ചിത്രയ്ക്കൊപ്പമാണ്. ഹാഷ്ടാഗ് ക്യാമ്പയിൻ തുടരുകയാണ്. ഒപ്പം സംസ്ഥാന സർക്കാരും ശക്തമായ ഇടപെടലുകളുമായി PU ചിത്രയ്ക്കൊപ്പമുണ്ട്. AC മൊയ്തീൻ ചിത്രയെ കണ്ടു, വീട്ടിൽ പോയാണ് കണ്ടത്. നിയമ നടപടികൾ, ഈ ഗൂഢാലോചനക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള കൂടിയാലോചനകളും നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്യുകയാണെന്നും പീപ്പിൾ TVയിലൂടെ അല്പം മുമ്പ് AC മൊയ്തീൻ പറയുകയും ചെയ്തു. ശ്രീ ദേവദാസ് ലൈനിലുണ്ടെങ്കിൽ, സുധേഷ് ലൈനിലുണ്ടെങ്കിൽ. സുധേഷ് കേൾക്കാമോ? ദേവദാസ് ഉണ്ടോ ലൈനിൽ? അതായത് ഇനി അവൾക്ക് മുമ്പിലുള്ള ആ പാവം പെൺകുട്ടിക്ക് മുമ്പിലുള്ള പട്ടിണിയോട് പരിവട്ടത്തോടും അതിജീവനത്തിന്റെ വലിയ ഓട്ടം കാഴ്ചവെച്ച ആ പെൺകുട്ടിക്ക് മുമ്പിലുള്ള സാധ്യതകൾ ഇനി എന്തൊക്കെ?
അജിംഷാദ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളെ കേരള ഗവൺമെന്റിനെ പറ്റുള്ളൂ. കേരള ഗവൺമെന്റ് അവളെ വേറെ തന്നെ ഒരു ഗസ്റ്റഡ് ഓഫീസറോ എന്തെങ്കിലും ആക്കിയിട്ട് ഒരു നിയമന നടപടി ഒന്ന് കൊടുക്കാം. കോടതിയിൽ കേരള ഗവൺമെന്റ് പോകണം. ഇപ്പം പറഞ്ഞാൽ ശരി, സ്പോർട്സ് മിനിസ്റ്റർ പറയുന്ന പോലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. അത് പ്രകാരം 10 കോടി രൂപക്ക് നഷ്ടപരിഹാരം കൊടുക്കണം കേരള ഗവൺമെന്റ്. തീർച്ചയായും മാധ്യമപ്രവർത്തകൻ കൂടിയായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ സാജൻ സ്കറിയ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സാജൻ, കേൾക്കാമോ? കേൾക്കാം, പറയൂ, കേൾക്കാം. അതായത് വളരെ ഗുരുതരമായ അനാസ്ഥ. നോക്കൂ, അവസാന നിമിഷം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ഒരു സാധ്യതയും ഇതിലെ അർഹർക്ക് പോകാനാകാത്ത വിധം കുരുക്കവിടെ ഉണ്ടാക്കുന്നു. നമ്പർ 1. നമ്പർ 2, കോടതിയുടെ വിധി എത്തുന്നു. കോടതിയുടെ വിധിയെ അട്ടിമറിക്കാൻ വളരെ വിദഗ്ധമായ മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നു. 2, പിന്നീട് ദ്യുതിചന്ദ് എന്ന വെങ്കലം നേടിയ പെൺകുട്ടിക്ക് വൈറ്റ് കാർഡ് നൽകി പ്ലേസ്മെന്റ് ചെയ്യുന്നു. അതിനുവേണ്ടി പ്രത്യേക ഇമെയിൽ അയക്കുന്നു. ബലേഭേഷ് അധികാരികളുടെ ഈ പ്രവർത്തനം. അങ്ങനെയല്ലേ പറയാനാകൂ ശ്രീ സാജൻ? അല്ല, ഇത് ഈ ഞാൻ ഈ കഴിഞ്ഞ 20 വർഷമായി ഈ അത്ലറ്റിക്സിന്റെ രംഗത്ത് ശ്രദ്ധിച്ചു വീക്ഷിക്കുന്ന ഒരാളാണ്. എനിക്ക് എന്റെ വൈഫ് ഒരു അത്ലറ്റാണ്. ഞാൻ ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും ഒക്കെ ഉള്ള സ്ഥാനങ്ങൾ പോയിട്ടുണ്ട്. ഇന്ത്യൻ ക്യാമ്പിൽ ധാരാളം തവണ സന്ദർശിച്ചിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. തീർച്ചയായും. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ അകത്ത് 2-3 കാര്യങ്ങൾ തീർത്ത് പറയാം. ഒന്ന്, ഇതൊരു വലിയ അനീതി തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. പക്ഷെ നമ്മൾ ഈ പറയുന്ന പല കാരണങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പം ഗോസായി, മറ്റു നോർത്ത് ഇന്ത്യൻ ഗോസായിമാര് മനഃപൂർവ്വം വെട്ടിയെന്നുള്ളതൊന്നുമല്ല. ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയെ ഈ ഒളിമ്പിക്സിനായിക്കോട്ടെ ലോക ചാമ്പ്യൻഷിപ്പിനായിക്കോട്ടെ അത്തരത്തിലുള്ള വലിയ മത്സരങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ അത്ലറ്റുകളെ അയക്കുന്നത് ഒരു ചടങ്ങിന് അയക്കുന്ന, നമ്മളാരും മെഡൽ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ ചരിത്രത്തിൽ ആകെപ്പാടെ ഒരു വെങ്കല മെഡലേ ഉള്ളൂ, അത് 5 കിട്ടിയത് മാത്രമാണ്. അപ്പൊ ഈ ചടങ്ങിന് അയക്കുമ്പോ ഇവര് പ്രധാനപ്പെട്ടതായിട്ട് നോക്കുന്നത് എത്ര ഒഫീഷ്യൽസിന് പോകാമെന്നുള്ളതാണ്. അപ്പൊ ഒരു അത്ലറ്റിനെ കൊണ്ട് ഒഫീഷ്യലിന് പോകാൻ പറ്റത്തില്ല. അതേസമയം ഒരു റിലേ ടീമിനെ ഇവര് ആണിനും പെണ്ണിനും റിലേ ടീമിനെ എടുക്കുന്ന ഒരു റിലേ ടീമിനെ 6 പേരെ വിടാം. അങ്ങനെ 2 റിലേ ടീമിനെ വിട്ടാൽ, അതായത് ഫൈനലിൽ പോലും എത്താൻ സാധ്യതയില്ല, യാതൊരു യോഗ്യതയുമില്ലാത്ത 2 റിലേ ടീമിനെ വിട്ടാൽ 6 വാരം 12 അത്ലറ്റിനെ വിട്ടാൽ അവർക്കൊരു 8-10 ഒഫീഷ്യൽസ്. ഇതാണ് എന്റെ യഥാർത്ഥ അജണ്ട. പിന്നെ രണ്ടാമത് പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ സ്വാധീനമുള്ളവർക്ക്. അതായത് നമ്മളൊരു മിനിമം സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്യുന്നു. സ്വാധീനം, ഈ പാവപ്പെട്ട കൊച്ചിന് ഒരു സ്വാധീനവും ഇല്ല, അതിന് ഗോഡ് ഫാദർമാരില്ലാത്ത ആ കൊച്ചിനെ പരിഗണിക്കുന്നില്ല. അപ്പം ചിത്ര അവിടെ ചെന്നാൽ മെഡൽ വാങ്ങുമോ എന്നുള്ള ഒരു ഇഷ്യൂ ഒന്നും അല്ല. ചിത്രയ്ക്ക് മെഡൽ കിട്ടാൻ സാധ്യതയും കുറവാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. പക്ഷേ മറ്റ് അത്ലറ്റുകൾക്ക് ഒപ്പം തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് കിട്ടിയാൽ ചിത്രയ്ക്ക് പങ്കെടുക്കാനുള്ള പൂർണ്ണമായ അവകാശവും അത് അവരുടെ മൗലികാവകാശമാണ്. അത് നിഷേധിക്കുന്നു. ഇത് നിഷേധിക്കുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിലൊരു പൊളിറ്റിക്സ്, നമ്മൾ പറഞ്ഞ വലിയൊരു ഗൂഢാലോചനയൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിന്റെ പിന്നിലുള്ള കുറെ കാരണങ്ങളുണ്ട്. അത് ഇന്ത്യൻ ക്യാമ്പ് എന്ന് പറയുന്നതാണ് ഇവരെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം. അതിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? മരുന്ന് കുത്തിവെച്ചിട്ടാണ് പലരെയും പെർഫോം ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ മലയാളികളടക്കം പെർഫോം ചെയ്തിട്ടുള്ള പല അത്ലറ്റുകളും മരുന്നിന്റെ സ്വാധീനത്തിലാണ്. അത് ഞാൻ പേരെടുത്ത് പറയാനോ അതിന്റെ സാഹചര്യം എങ്ങനെ പറയാം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇവരുടെ ആ ഒരു മാഫിയ നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ഞങ്ങൾ കഴിക്കുന്ന മരുന്ന്, ഞങ്ങൾ തരുന്ന മരുന്ന് ഞങ്ങൾ കഴിക്കണം, ഞങ്ങൾ തരുന്ന മരുന്ന് മാത്രമേ കഴിക്കാവൂ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ ഈ ഒരു മാഫിയ സംവിധാനത്തിന്റെ ഭാഗമായി പോയില്ലെങ്കിൽ പിന്നെ പറ്റുന്ന ആർക്കാന്ന് അറിയുമ്പോൾ ഉഷയപ്പുള്ളവർക്ക് പറ്റും. എന്തുകൊണ്ടാണ്? അവർക്കൊരു വലിയൊരു സ്വാധീനവും ഒരു വലിയ വലിപ്പവും ഉണ്ട്. ആ വലിപ്പം ഉള്ളപ്പം അവിടെയാണ് ശ്രീ ഷാജൻ സ്കറിയ. തീർച്ചയായും ഷാജൻ സ്കറിയ പോകരുത്, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ MA ബേബി കൂടി ചേരുകയാണ്. ശ്രീ MA ബേബി, കേരള കായിക ചരിത്രത്തിന് അല്ലെങ്കിൽ ഏൽക്കാവുന്ന വലിയ ഒരു കളങ്കം തന്നെയാണ് PU ചിത്രയെ അവഗണിക്കുക വഴി ഉണ്ടായത്. ആ പാവം പെൺകുട്ടിയെ അനീതിയോടുകൂടി തള്ളി മാറ്റി. കോടതി വിധി പോലും ഇവർ കാറ്റിൽ പറത്തി. അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. കായിക രംഗത്ത് മികവുകൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ കായിക രംഗത്ത് പുതിയ പ്രതിഭകൾ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ സുവർണ അംഗീകാരം നേടിയ PU ചിത്ര, ആ PU ചിത്രയെ ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുപ്പിക്കാൻ ഇന്ത്യൻ ഫെഡറേഷൻ ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരികയാണ് ചെയ്തിരിക്കുന്നത്. സാങ്കേതികമായ കാര്യത്തിൽ പറഞ്ഞ PU ചിത്രയെ അവഗണിച്ചത് യാതൊരു ന്യായീകരണവുമില്ല. ഇപ്പോൾ കോടതി വിധി പോലും സമയം കഴിഞ്ഞു എന്ന് പൊതുന്യായം പറഞ്ഞ് അത്ലറ്റിക് ഫെഡറേഷൻ ചവറ്റുകൊട്ടയിലിടുകയാണ്. കേരളത്തിന്റെ അത്ലറ്റിക് ചരിത്രത്തിൽ
ഇന്ത്യയുടെ അത്ലറ്റിക് ചരിത്രത്തിൽ മാത്രമല്ല, ഇത് കായിക രംഗം ലോകത്തിന്റെ ഏത് കോണിലുള്ള കായിക പ്രതിഭയാണെങ്കിലും അവർക്ക് അംഗീകാരം കിട്ടുന്നത് കായിക ലോകത്തിന്റെ അംഗീകാരമാണ്. അത്തരമൊരു അംഗീകാരം തീർച്ചയായും ശ്രീ എം എ ബേബി, ടെലിഫോണിൽ തടസ്സമുണ്ട്, പറയുന്ന പകുതി കാര്യങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല. ടെലിഫോൺ ലൈൻ ശരിയാക്കി ഉടൻ തന്നെ താങ്കളെ ബന്ധപ്പെടുകയും ചെയ്യാം. ശ്രീ എം എ ബേബി ക്ഷമിക്കുക. ശ്രീ ഷാജൻ സ്കറിയയിലേക്ക് തന്നെ പോകുന്നു. ശ്രീ ഷാജൻ, അതായത് PT ഉഷയുടെ റോൾ എന്താണ് ഇവിടെ? അഞ്ജു ബോബി ജോർജിന്റെ റോൾ എന്താണ് ഇവിടെ? ഇവർക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങളാണ് എത്തിയത്. ഈ വിമർശനങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ ഇവരെയൊക്കെ ബന്ധപ്പെടുമ്പോൾ മാധ്യമങ്ങളുടെ വലിയ പരിലാളനകളേറ്റ് ഇവർ ഇപ്പോൾ പറയുന്നത് മാധ്യമങ്ങളുമായി സഹകരിക്കുന്നില്ല, എനിക്കൊന്നും പ്രതികരിക്കാനില്ല. ഇതേ വാക്ക് തന്നെയാണ് PT ഉഷയും അഞ്ജു ബോബി ജോർജും ഞങ്ങൾ പ്രതികരിക്കാൻ വിളിക്കുമ്പോൾ പറയുന്നത്. ഇവരുടെ റോൾ എന്താണ് ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ? ഈ ചാനലുകളും ഈ നവമാധ്യമങ്ങളും വരുന്നതിന് മുൻപുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സെലിബ്രിറ്റികളെ അങ്ങ് വലിയ താരങ്ങളോ ഉയർത്തി നിർത്തുക, അവരുടെ അഹങ്കാരങ്ങളോ അവരുടെ ഈ തിന്മകളോ ഒന്നും ഒരിക്കലും പറയാതിരിക്കാത്ത ഒരു കൾച്ചറായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ കൾച്ചറിന്റെ പ്രോഡക്റ്റുകളാണ് ഉഷയും അഞ്ജുവും അടക്കമുള്ള മുതിർന്ന അത്ലറ്റുകളെല്ലാം. വളരെ മികച്ച അത്ലറ്റുകളായിരുന്നു. അഞ്ജുവോ ഉഷയോ മരുന്നിന്റെ ഒന്നും സ്വാധീനമില്ലാതെ ഇന്ത്യയിൽ ഇത്രയും ഉന്നത നിലവാരത്തിലെത്തിയ അത്യപൂർവ കഴിവുള്ള അത്ലറ്റുകളാണ്. അതൊരു വശത്ത്. പക്ഷെ ഇവരാരും തന്നെ ഒരു കാലത്തും വളർന്നു വരുന്ന താരങ്ങളെ സഹായിക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതിന്റെ അകത്ത് ഞാൻ ഉഷയുടെ കാര്യം, എനിക്ക് ഉഷയെക്കുറിച്ച് വിഷമമുണ്ട് പറയുമ്പോൾ. കാരണം ഉഷയെ പോലെ ഇന്ത്യക്ക് മഹാഭാഗ്യമാണ് ഉഷയെ പോലത്തെ അത്ലറ്റ്, അത്രയ്ക്ക് മഹതിയാണ്. പക്ഷേ എക്കാലത്തും അതായത് സർക്കാരിന്റെ ഉഷയുടെ ഒരു വലിയ പദവിയുണ്ട്. ആ പദവിയിൽ ഇരുന്നത് ഉഷ, PT ഉഷ എന്ന് പറഞ്ഞാൽ ഏഷ്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു അത്ലറ്റാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഒരു ബ്രാൻഡാണ്. ആ ഉഷ എക്കാലത്തും ഉഷയ്ക്കും ഉഷയുടെ കുട്ടികൾക്കും ഉഷയുടെ സംവിധാനങ്ങൾക്കും അനുകൂലമായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഒരു കാലത്തും. അത് ഞാൻ പറഞ്ഞ നാഷണൽ സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്. ഞാന് എന്റെ വൈഫിനെ ഒന്ന് വിദേശത്ത് പരിശീലനത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കല്യാണത്തിന് മുമ്പാണ്. അന്ന് ഞാൻ ഇതിനു വേണ്ടി പുറകെ നടന്ന് ഞാൻ തപ്പി ചെന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഫണ്ടിനെ കുറിച്ച് ചെയ്യുന്നത്. ഞാൻ ഈ ഫണ്ടിനെ കുറിച്ച് അന്വേഷിച്ച് പല കടമ്പകൾ കടന്ന് ഞാൻ ആ ഗവൺമെന്റിന്റെ അധികാരപ്പെട്ട ആളുടെ അടുത്ത് അതിന് പറയണത് എല്ലാ കൊല്ലവും കോടിക്കണക്കിന് രൂപ നശിച്ചു പോകുവാണ് ആപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട്. ഞാൻ അതിന് മുൻവശത്ത് എടുത്തു നോക്കിയപ്പോ എല്ലാ വർഷവും ഏതെങ്കിലും തരത്തിൽ ഉഷയും ഉഷയുടെ സ്കൂളിനും ഉഷയും ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിൽ ഉപയോഗിക്കാത്ത ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ ഇതുകൊണ്ട് ഉഷ ബോധപൂർവ്വം ഒഴിവാക്കിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഉഷയോ അഞ്ജുവോ ആരും തന്നെ ഈ ചിത്രയ്ക്ക് വേണ്ടി സംസാരിച്ചത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊന്നും അവരുടെ വിഷയമേ അല്ല. അതാണ് ശ്രീ ഷാജൻ സ്കറിയ പോകരുത്, ദയവായി തുടരണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രീ എം എ ബേബി ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എം എ ബേബി, എന്താണ് ഇനി ചെയ്യുക? ഒരുപക്ഷെ ഈ പെൺകുട്ടി വലിയ മോഹങ്ങളാണ് മുമ്പോട്ട് വെച്ചത്. അവൾ അർഹിക്കുന്നതാണ്, അവൾ ഡിസർവ് ചെയ്യുന്നതാണ്. കോടതി പോലും പറഞ്ഞു അനാരോഗ്യവും അനർഹരുമായ പലരും ഇവിടെ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് PU ചിത്രയെ ഉൾപ്പെടുത്തണം, അവൾ അർഹയാണെന്ന് കോടതി തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സാധ്യതകളാണ് ഇനി അവൾക്ക് മുമ്പിലുള്ളത്? ഒരുപക്ഷെ ശ്രീ എം എ ബേബി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സാങ്കേതികത്വം പറഞ്ഞ് ചില പ്രിവിലേജുകൾ ഇവർ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കെതിരെ അതിനൊക്കെ അതീതമായി ചില നിയമ നടപടി സ്വീകരിച്ചാൽ ഇതിനൊരു ക്ലീനിങ് ആവും. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സാധ്യതകളാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ളത്? ഇതുപോലെയുള്ള അത്യന്തം ക്രിമിനൽ കുറ്റങ്ങൾ കായിക രംഗത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം വരുന്നതിനുള്ള ക്രിമിനൽ കുറ്റമാണ് ഇന്ത്യയുടെ അത്ലറ്റിക് ഫെഡറേഷന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നത്. അത് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കേണ്ടത് PU ചിത്രയെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇടപെട്ട് അത്ലറ്റിക് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ഈ അത്ലറ്റിക് മീറ്റിൽ അവസാന നിമിഷമെങ്കിലും എത്തിച്ച് ഇതിൽ പങ്കെടുപ്പിക്കാനുള്ള നല്ല സാധ്യതകളുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതിനിടയ്ക്ക് നമ്മൾ വ്യക്തികളെയോ PT ഉഷയോ ഒക്കെ വിചാരണ ചെയ്യാനും ചർച്ച ചെയ്യാനും വേണ്ടി നമുക്ക് പിന്നെ സമയം വിനിയോഗിക്കാം. ഇപ്പൊ നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും അത്ലറ്റിക് ഫെഡറേഷനും കൈകോർത്ത് വെച്ചുകൊണ്ട് PU ചിത്രയ്ക്ക് ഈ അത്ലറ്റിക് മീറ്റിൽ ലണ്ടനിൽ നടക്കുന്ന ലോക അത്ലറ്റിക് മീറ്റിൽ അവസാന നിമിഷമെങ്കിലും എത്തിച്ചേർന്ന് ആ മുന്നിന് പങ്കെടുത്തുകൊണ്ട് കായിക താരമായി വളർന്നു വരാനുള്ള
ശരി, തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ MA ബേബി, വളരെ നന്ദി. ശ്രീ ഷാജൻ സ്കറിയ, അതായത് ശ്രീ MA ബേബി ചൂണ്ടിക്കാണിച്ചതുപോലെ ചില കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ അനാസ്ഥകൾ, ഈ കുറ്റകരമായ അനാസ്ഥയെ ഈ സാങ്കേതികത്വം പറഞ്ഞ് ഇനി മറികടക്കാൻ അനുവദിക്കരുത്. അങ്ങനെ മറികടന്നാൽ പൊലിയുന്നത് ഇതുപോലുള്ള കായിക ഇന്ത്യയാണ്. ഇതുപോലെയുള്ള പാവപ്പെട്ട കുട്ടികൾക്കാണ് അതുവഴി അവസരം നിഷേധിക്കപ്പെടുന്നത്. അങ്ങനെ അനുവദിക്കാനാകില്ല നമുക്ക്. അതിന്റെ മുമ്പിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്? ഇല്ല, ഇതിന്റെ അകത്ത് നമ്മുടെ ഒരു ഇഷ്യൂ പറയാം. അതായത് ഈ കായിക ഭരണം എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതാണ് ഇന്നവർ കോടതിയിലും പറഞ്ഞത്. കേന്ദ്ര സർക്കാർ കോടതിയിലും പറഞ്ഞത് അതാണ്. അതിനൊരു സ്വതന്ത്ര പദവിയുണ്ട്. അതിന് അല്ല, ഞാൻ പറയുന്നത് ഇവർ ഈ അതിക്രമങ്ങളൊക്കെ കാണിക്കും. ഇപ്പൊ നമ്മുടെ ഈ അതിക്രമങ്ങളെ കാണിച്ചാൽ നമുക്ക് കുറെ പരിമിതികളുണ്ട് ഇതിനകത്ത് ഇടപെടുന്നത്. അത് ഇതിന്റെ ഇത്തരം ക്യാമ്പയിനുകൾ, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ആവശ്യമില്ലാതെ ഇടപെടുകയോ ഈവൻ പൊളിറ്റിക്കലായിട്ട് നമ്മൾ ഇടപെടുക. ഉദാഹരണത്തിന് ഈ ജയിലിൽ കിടന്ന കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയിൽ ജയിലിൽ കിടന്നവരാണ് എപ്പോഴും പലരും സ്പോർട്സ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇടപെട്ടാൽ എന്നാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ബോഡിയിൽ വിളിച്ച് പരാതിപ്പെടുക, അവർ നമ്മളെ സസ്പെൻഡ് ചെയ്യുക. അപ്പോഴും നഷ്ടം വരാൻ പോകുന്ന ആർക്കാന്ന് വെച്ചാൽ നമ്മുടെ താരങ്ങൾക്കാണ്. ഇപ്പം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ കുറച്ച് സസ്പെൻഡ് ചെയ്തിരുന്നു സുരേഷ് കൽമാടിയുടെ പേര്, നമുക്കറിയാവുന്നതാണ്. അപ്പം സുരേഷ് കൽമാടിയെ ജയിലിൽ കിടന്ന സുരേഷ് കൽമാടിയെ തന്നെ അവരെ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റാക്കി നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. അപ്പൊ ഈ ഒരു പരിമിതി നമുക്കുള്ളതാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. അതിന് പക്ഷെ ഇത് നമ്മൾ അവിടെ അവതരിപ്പിക്കുന്നതിന് പ്രോബ്ലമാണ്. അതായത് ഇപ്പൊ നമ്മള് ഒരു ടീം സെലക്ഷൻ ഇവരിന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഇതാ ടീം സെലക്ഷനിൽ ഇടപെടുന്നു, സർക്കാർ ഇടപെടുന്നു ഏതായിരിക്കും പറയാൻ പോകുന്നു, അല്ലെങ്കിൽ ടീം സെലക്ഷനിൽ കോടതി ഇടപെടുന്നു എന്നായിരിക്കും പറയാൻ പോകുന്നത്. അതിന്റെ ബാക്കിയുള്ള ഈ നീതിയെക്കുറിച്ചോ ജസ്റ്റിസിനെ കുറിച്ചോ ചർച്ച വരത്തില്ല. അപ്പം നിയമം ഇവർ നിഷേധിക്കുന്നത് കൊണ്ടാണ്, തുല്യാവസരം നിഷേധിക്കുന്നതുകൊണ്ടാണ് എന്ന് നമുക്കവിടെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം ശരിക്കും പറഞ്ഞ ചിത്രയുടെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയില്ലാത്തത്. ഞാൻ ഉദാഹരണം പറയാം, ചെറിയൊരു ഉദാഹരണം പറയാം. 98 ഫുക്കുവോക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്, ജപ്പാനിലെ ഫുക്കുവോക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടന്നു. ഇതുപോലെ തന്നെ ഈ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പില് ബോബി അലോഷ്യസ്, എന്റെ ഭാര്യയാണ്, ബോബി അലോഷ്യസ് അന്ന് 4ാം സ്ഥാനത്തെത്തി. മികച്ച പ്രകടനമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞുള്ള ഏഷ്യൻ ഗെയിംസിൽ തൊട്ട് ഉടനെ നടന്ന ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിൽ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്തിയില്ല ടീമിൽ. വാസ്തവത്തിൽ ഏഷ്യൻ ഗെയിംസിൽ ബോബി ചെയ്തതിനേക്കാൾ മോശം പെർഫോമൻസ് ചെയ്ത ആൾക്കായിരുന്നു അന്ന് വെള്ളിയും വെങ്കലവും കിട്ടിയത്. ബോബി പോയിരുന്നെങ്കിൽ വെള്ളി കിട്ടുമായിരുന്നു. അന്ന് ഞങ്ങൾ കുറെ ശ്രമിക്കുകയും കോടതി പോക്ക് ചെയ്തതാണ്. അവിടെ ഒരു പ്രശ്നം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരിതിന് മുൻപ് ഒരു ലിസ്റ്റ് അയക്കണം. ഈ പറയുന്ന ആദ്യം ഒരു പോസിബിൾ ലിസ്റ്റ് അയക്കണം, രണ്ടാമതൊരു ഫൈനൽ ലിസ്റ്റ് അയക്കണം. ഈ ലിസ്റ്റിൽ പെടാത്തത് കൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കൊണ്ടുപോകാൻ പറ്റിയില്ല, കോടതി പറഞ്ഞാൽ പോലും പോകാൻ പറ്റില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഇവർ കോടതി ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ പോലും ഇവർ ഈ ഒരു മുട്ടാനായ ഞങ്ങൾ ലിസ്റ്റ് അയച്ചു കഴിഞ്ഞു, ആ ലിസ്റ്റിൽ ചിത്രയുടെ പേരില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചിത്രയെ അയക്കാൻ പറ്റത്തില്ല എന്ന് ഷാൻ എടുത്ത ചിത്രയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് തീർച്ചയായും വളരെ വളരെ ഗ്രാവിറ്റി ഉള്ള അഭിപ്രായം തന്നെയാണ് താങ്കൾ രേഖപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ശരി, ഈ ചിത്രയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ നടപടിക്രമങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ എന്തൊക്കെ നഷ്ടപരിഹാരം? ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ഇങ്ങനെ സർക്കാരും കോടതിയും ഒക്കെ ഇത്തരം സെലക്ഷനുകളിലേക്ക് ഇടപെടുകയാണ് എന്ന സാധ്യത അവർ മുമ്പോട്ട് വെച്ചാൽ അതിനെ മറികടക്കാൻ കൃത്യമായി നമ്മുടെ സർക്കാരുകൾക്കാകണം. അതങ്ങനെയല്ല, ഇത് അനീതിപൂർവമായ സെലക്ഷനെയാണ് എതിർത്തതെന്ന്. അതിനെന്തൊക്കെ സാധ്യതകളുണ്ട്? അല്ല, ഇതിനകത്ത് പിന്നെ ആകെ ഒരു വലിയ സാധ്യത ഉള്ളത് സർക്കാരല്ല കോടതി ഇടപെട്ടു എന്നുള്ളതാണ്. ഇപ്പം എല്ലാ രാജ്യങ്ങളിലെയും കോടതിയുടെ ഇടപെടലിന് ഒരു മാന്യത എല്ലാവരും കൊടുക്കാറുണ്ട്. അപ്പൊ കോടതി ഇടപെട്ടു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഇതിവിടെ ക്ലിയർ അല്ല, നമുക്ക് പറയാൻ പറ്റും ഒരേ മാനദണ്ഡമല്ല വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊരു വിരോധമില്ല, ഞങ്ങൾ ഒരാളെ തിരികെ കയറ്റാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇവര് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് കിട്ടിയ ഒരാളെ ഒഴിവാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഇവരിതിനെ അപ്രോച്ച് ചെയ്യണം. ഇത്തരത്തിൽ അപ്രോച്ച് ചെയ്താൽ സാധ്യതയുണ്ട്. ഞാനിതിനെ കാണുന്നത് ഈ കാലാകാലങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു ബോബിയുടെ കേസൊക്കെ അന്ന് ഉണ്ടായ കാലത്തൊക്കെ വലിയ ചർച്ചയായില്ലെന്ന്. അപ്പൊ ഒന്നോ രണ്ടോ വാർത്തകൾ ഇന്നത് വലിയ ചർച്ചയാക്കുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ഉഷയും അഞ്ജുവിനെയും പോലുള്ള അത്തരത്തിൽ വിമർശിക്കുകയും ചെയ്തത് വളർന്നു. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ നിയമനിർമ്മാണങ്ങളുടെയും പിന്നിൽ എന്ന് പറയുന്നത് ജനാഭിപ്രായമാണ്. അപ്പൊ ഇതൊരു ജനാഭിപ്രായ രൂപീകരണത്തിന്റെ മാനദണ്ഡമാക്കി മാറ്റി ഇത്തരം കായിക സംഘടനകളും കായിക നേതാക്കളും ഇത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു പ്രചോദനമായി മാറിയാൽ പോലും നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ നടത്തുന്ന ഇടപെടൽ ഫലപ്രദമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും
തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. കൃത്യമാണ് താങ്കളുടെ നിലപാടുകൾ. ഒരു പക്ഷേ വളരെ നന്ദി ശ്രീ ഷാജൻ സ്കറിയ. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. സാജു ആണ്. സാജു എവിടെ നിന്നാണ്? സാജു കട്ടായി. സാജു ഉണ്ടോ? ഹലോ. സാജു എവിടെ നിന്നാണ്? പറയൂ. ഞാൻ പറയുന്നത് ഇത്രയും ഒന്നും രക്ഷിക്കാൻ തലപ്പാട് പോലും അവർ കാണിക്കുന്നില്ല. ഹലോ. പറയൂ, കേൾക്കാൻ വയ്യ. എത്ര താഴ്ന്ന നിലയിൽ വന്നിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയ്ക്ക് വേണ്ടിയിട്ട്. ഹലോ. തീർച്ചയായും ടെലിഫോണിന് തകരാറുണ്ട്. സാജു പറഞ്ഞത് തീർച്ചയായും ഇത്രയേറെ താഴേക്കിടയിൽ നിന്നെത്തിയ ഒരു പെൺകുട്ടിയോട് കാണിക്കുന്നത് അനീതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായും അത്ലറ്റിക് ഫെഡറേഷന്റെ നീക്കങ്ങൾ വളരെ നിഗൂഢമായി തന്നെയാണ് രാജ്യത്തിന് മുമ്പിലേക്ക് എത്തിയത്. ഇന്ന് പീപ്പിൾ ടിവിക്ക് ലഭിച്ച ദൃശ്യങ്ങൾ പോലും, അതായത് ഹൈക്കോടതിയുടെ വിധിയെത്തി സുപ്രധാനമായ ചില നിമിഷങ്ങളിൽ പോലും ആ ഓഫീസ് നിർജീവമായി കിടന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ദൃശ്യങ്ങൾ സഹിതമാണ് പീപ്പിൾ ടിവി പുറത്തെത്തിയത്. തീർച്ചയായും അതുകൂടി ഞങ്ങളുടെ ഹാഷ്ടാഗ് ക്യാമ്പയിന് കരുത്തു പകരുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. PU ചിത്രയ്ക്ക് വേണ്ടി നാട് മുഴുവൻ വളരെ ശക്തമായി ഇടപെടുകയാണ്. പീപ്പിൾ ടിവിയും PU ചിത്രയ്ക്ക് വേണ്ടിയുണ്ട്. PU ചിത്രയ്ക്ക് മുമ്പിൽ നിഷേധിക്കപ്പെട്ട നീതിക്ക് കൃത്യമായി കണക്കുകൾ പറയണം അധികൃതർ എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഹാഷ്ടാഗ് ക്യാമ്പയിനിലൂടെയും പീപ്പിൾ ടിവിയിലൂടെയും ഒക്കെ ജനങ്ങളുടെ പ്രതികരണവും രൂപപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ ശക്തമായ ഇടപെടലുകളുമായി മുമ്പോട്ടുണ്ട്. PU ചിത്രയെ വീട്ടിൽ പോയി സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി AC മൊയ്തീൻ കാണുകയും ചെയ്തു. തീർച്ചയായും നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ നിയമപരമായി ഇത്തരം ഗൂഢാലോചനക്കാരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ തുടങ്ങുമെന്ന് പീപ്പിൾ ടിവിയിലൂടെ AC മൊയ്തീൻ പറയുകയും ചെയ്തു. ഈ ഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരിക്കൽ കൂടി ദേവദാസ് ചേരുകയാണ്. ദേവദാസ്, നേരത്തെ ഷാജൻ സ്കറിയ ചൂണ്ടിക്കാണിച്ച ചില നിർണായകമായ കാര്യങ്ങളുണ്ട്. അതായത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഈ സ്വതന്ത്ര പദവിയെ ഇവരെങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്നത്. ഒരുപക്ഷെ കിട്ടുന്ന അവസരങ്ങളെ അവർ കൃത്യമായി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നത് അതിനെ സംബന്ധിച്ച് അതിൽ നിന്ന് പുറത്തു വരാനാകുന്നില്ല. അഥവാ പുറത്തു വരാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അത് തിരിച്ചടിയാവുക ഈ പാവം കായിക താരങ്ങൾക്ക് തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ കോടതിയുടെ ഇടപെടൽ സഹായകമാകുമെന്ന പ്രതീക്ഷയും ശ്രീ ഷാജൻ മുമ്പോട്ട് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോടതിയുടെ ഈ ഇടപെടൽ മുൻനിർത്തി ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ ദേവദാസ്. അജിംഷാദ്, അത് ഒന്നും കൂടി പറയണം. അതില് നല്ല പോസിറ്റീവ് ചാൻസ് ഉള്ള അത് ഈ വേറെ ഓട്ടോണോമി ഈസ് നോട്ട് ഫോർ ഇങ്ങനെ ലൂട്ട് ചെയ്യാൻ ഉള്ള എല്ലാം എന്നാണ് BCCI കേസില് ടാക്കൂറും ഖലീഫുള്ളിയും പറഞ്ഞത്. സുപ്രീം കോടതി അങ്ങനെയാണ് BCCI ഇതേ വാദം ഉന്നയിച്ചപ്പോ ശ്രീനിവാസൻ കള്ളൻ വീരപ്പനും എതിരെയും BCCക്കെതിരെ സുപ്രീം കോടതി ലോക കമ്മീഷനെ നിയമിച്ചത് അതിനു മുമ്പിൽ ഈ ഓട്ടോണോമസ് ബോഡിന്റെ മുമ്പിൽ. അതുകൊണ്ട് ആ വാദഗതിയെല്ലാം പോയി. അപ്പൊ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞു ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യാനുള്ളില്ല, നീതി നടപ്പിലാക്കാനാണ് ഓട്ടോണോമി. നിങ്ങൾക്ക് ഓട്ടോണോമി ഈ സ്പോർട്സ് ബോഡീസിന് കൊടുത്തത് പ്രിവിലേജ് ആയിട്ട്. എന്തിനാ ഈ സ്പോർട്സ്മാൻമാര് മാക്സിമം എത്തിക്കാൻ അതിൽ ഗവൺമെന്റ് റെഡ് ടേപ്പിസം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടോണോമി ക്ലോസ് കൊണ്ടുവന്നത്. ഷാജൻ പറഞ്ഞ ശരിയാണ്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ IOC ഇടപെട്ടിട്ട് ഇവരെ സസ്പെൻഡ് ചെയ്യുന്നില്ലെന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഉടനടി ഇടപെട്ടിട്ട് നിങ്ങൾ കോമൺവെൽത്ത് ഗെയിംസ് പോലെയും മുക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഇനി അത്ലറ്റ്സിനെ നോക്കുക. ഇവരെ ഈ ഡെഫിനിഷൻ എന്തെന്നാ ഫോർ ദ എൻഹാൻസ്മെന്റ് ഓഫ് അത്ലറ്റ്സ് ആൻഡ് അത്ലറ്റിക്സ് ആൻഡ് സ്പോർട്സ് പേഴ്സൺസ് എന്നാണ്. അപ്പൊ അത് ബേസ് ചെയ്യാത്ത അവര് പിന്നെ ഞങ്ങൾക്ക് വേണ്ടാലോ. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇവരെല്ലാം പിരിച്ചുവിട്ടിട്ട് എഡോക് കമ്മിറ്റി ആക്കണ്ടേ? എത്ര ആള് ഞങ്ങള് ഒളിമ്പിക് ഫ്ലാഗിന്റെ കീഴിൽ പോലും അല്ലാണ്ട് ഒളിമ്പിക് ഫ്ലാഗിന്റെ കീഴിലെല്ലാം മത്സരിച്ചിട്ടുണ്ട് ഈ വിന്റർ സ്പോർട്സിനല്ലോ. എന്താ പറയാ, ഞങ്ങൾക്ക് ഈ സസ്പെൻഷൻ കിട്ടിയോണ്ട് ഈ നാണവും മാനവുമില്ല. ബോക്സിംഗ് അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു, പല ഹോക്കി അസോസിയേഷനെ സസ്പെൻഡ് ചെയ്തു. നാണമൊന്നുമില്ല. ഇവർക്ക്
ഉളുപ്പില്ലാത്ത ടീം. ഈ ഗോതമ്പുണ്ട് തിഹാർ ജയിലിൽ നിന്ന് തിന്നോനാണ് ലളിത് മോഡി, ഏഷ്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ്. അതിൽ സുമരിബാല എന്തെന്നാ ചെയ്തെന്ന് പറഞ്ഞാൽ ഉത്തേജക മരുന്ന് നിങ്ങൾക്ക് മൂത്ര സാമ്പിൾ മാറ്റി കൊടുക്കല ഇവന്റെ നാഡ ഗ്രൂപ്പിന്റെയും പണി. ഏത് സാമ്പിൾ അശ്വിനി അക്കുഞ്ചി എന്ന് പറഞ്ഞ ഒരു റിലേ ഉണ്ട്, അനുമോൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കേരളക്കാരി കഴിഞ്ഞ തവണ റിലേ ടീമിൽ പോണ്ടേ റയ ഒളിമ്പിക്സിൽ. അവളെ തട്ടിയിട്ട് അക്കുഞ്ചി എന്ന് പറഞ്ഞ ഒരു മംഗളപുരം കരീനെ എടുത്തിന് അവളെ പണ്ട് ഉത്തേജക മരുന്നിൽ പിടിച്ചതാണ്. എന്നിട്ട് മൂത്ര സാമ്പിളിനെ മാറ്റിക്കൊടുത്ത് ഇതേപോലത്തെ ദേശീയ മീറ്റ് വരുമ്പോൾ ഇവർ വേൾഡ് ടൈമിങ്ങിലേക്ക് എത്തുകയും ഉത്തേജക മരുന്ന് അടിക്കുകയും അപ്പോഴേക്ക് റഷ്യൻ കോച്ചിനെ എല്ലാം കൊണ്ടുവന്നിട്ട് അടിപ്പിക്കുകയും ചെയ്തിട്ട് ആ ടൈമിങ് ശരിയാക്കിയിട്ടാണ് ഈ പാവം കൂലിപ്പണിയെടുത്ത ഈ മോളെ ഈ വളർത്തിയെടുത്തിട്ട് ഏഷ്യൻ ലെവലിൽ ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയ പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് ഒരു നാഷണൽ മീറ്റ് വന്നാൽ ആ കുട്ടിക്ക് റിക്കവറി ടൈം ഇല്ലേ? ഈ പൊട്ടന്മാർ ഇവിടുത്തെ കളികൾ ഒരു മീറ്റ് കഴിഞ്ഞാൽ 1 മാസമെങ്കിലും എടുത്തു റിക്കവറി ചെയ്യാൻ. ഇത് എന്ന് പറഞ്ഞാൽ മിഡിൽ ഡിസ്റ്റൻസ് റണ്ണിംഗ് എന്ന് പറഞ്ഞാൽ 1500 മീറ്റർ എന്നെല്ലാം വന്നാൽ ആ കുട്ടി ആകെ ഒരു ഫ്രെയിൽ കുട്ടി. ഈ റിക്കവറി ടൈം ഉണ്ട്. എന്നിട്ടും ആ കുട്ടി കേരളത്തിന് ഒരു മെഡൽ നേടാൻ വേണ്ടിയിട്ട് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ റിക്വസ്റ്റ് മാനിച്ചിട്ട് ആ പാവം കുട്ടി ഓടിയത്. എന്നിട്ടാണ് അവിടെ കനത്ത മഴയിൽ പ്രതികൂല സാഹചര്യത്തിൽ ആ കുട്ടി സെക്കൻഡ് വന്നത്. ആ കുട്ടി വാടകയ്ക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോവാൻ കടം വാങ്ങിയ ഷൂ ഇട്ടിട്ട് ഊട്ടിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതുപോലും ഈ പറയുന്ന ഈ ഉഷാന്റെ വേറെ പറഞ്ഞല്ലോ ഞാൻ, സ്കൂൾ മീറ്റിൽ പോലും അവളുടെ 7ാം അവളുടെ ഡിസൈപ്പിൾ 7ാം ടൈമിങ്ങേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ബെസ്റ്റ് ടൈമറായ 5ാം സ്ഥാനത്തുള്ള ആ പെണ്ണിന് കൊടുക്കാണ്ട് അവളെ കരയിപ്പിച്ച പെണ്ണാണ് ഈ ഉഷ. പൂതനയാണ് അവൾ. അവളെയെല്ലാം ഇവിടുന്ന് ഒതുക്കണം. അവളെയെല്ലാം ഈ കേരളത്തിൽ ഒരു അത്ലറ്റിക്സിലും ഇടപെടാൻ പാടില്ല. അവളുടെ കിനാലൂർ അക്കാഡമിയിൽ ഈ അക്കാഡമീസ് ആണ് ഈ കേരള ഇന്നത്തെ ശോഭനമായ ഭാവി തകർത്തത്. ഇവിടുത്തെ പ്രൈവറ്റ് അക്കാഡമീസ് ആണ്. അങ്ങനെയാണ് ഞങ്ങളുടെ സ്പോർട്സ് കൗൺസിലിലെ സ്പോർട്സ് സ്കൂളെല്ലാം തകർന്നത്. ഈ പാലക്കും മറ്റേതെല്ലാം ഉള്ള പല സ്പോർട്സ് അക്കാഡമിയും തകർന്നത്. മേഴ്സിക്കുട്ടൻ മിഞ്ഞാന്ന് പറഞ്ഞു ഈ കുട്ടിയോട് കാണിക്കുന്ന അനീതിയാണ്. മേഴ്സിക്കുട്ടൻ തുറന്നു പറഞ്ഞു, സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ്. ഒരു സ്പോർട്സ് മന്ത്രി പറഞ്ഞു, അന്ന് തന്നെ സ്പോർട്സ് മന്ത്രി ഫാക്സ് ചെയ്തിന് ഇത്. അന്ന് രാത്രി തന്നെ ഈ ലിസ്റ്റ് വന്നപ്പോ ലിസ്റ്റ് തലേന്ന് പോലും ആക്കിയിട്ട് ഒരു ദിവസം ഈ കുട്ടിക്ക് അപ്പീൽ ചെയ്യാനുള്ള ഒരു അവസരം പോലും കളിച്ച വീരപ്പന്മാരും വീരപ്പനല്ല മാന്യന. വീരപ്പനെ പിടിച്ചിട്ടാക്കിയാലും ഇവക്ക് ചാൻസ് കൊടുക്കുവേനു. ചിത്രക്ക് വീരപ്പൻ കൊടുക്കുവേനു. പക്ഷെ ഈ കള്ളന്മാർ ഇവിടെ വെച്ചോണ്ട് നിന്നാൽ ഇവിടെ ഒരു സ്പോർട്സ് നിയമം വരുത്തണം. പക്ഷെ അത് സ്പോർട്സ് നിയമം വരുത്തൂല. എന്തറിയാ ഇപ്പൊ വാതുവെപ്പ് ദാവൂദ് ഇബ്രാഹിമിന്റെ വാതുവെപ്പ് ദാവൂദിനൊന്നും അറസ്റ്റ് ചെയ്യാണ്ട് വാതുവെപ്പ് നിയമവിധേയമാക്കാൻ പോകുന്നതാണ് കേന്ദ്ര മന്ത്രിസഭ ഈ കൊല്ലം തന്നെ. അപ്പൊ ഇവർക്ക് പൈസ വേണം. പണം നിങ്ങൾക്ക് എത്തിച്ചാൽ ആർക്കാര് ഇപ്പൊ ഈ അവാർഡ് തന്നെ കേരളരത്നയും ദ്രോണാചാര്യ ഇനിയിപ്പോ ഈ കൊല്ലം നോക്കിക്കോ, ഉഷക്ക് ദ്രോണാചാര്യ വരെ ഈ കൊല്ലം കൊടുക്കാനാണ് ചാൻസ്. ഈ ചാൻസിന് ചിത്രേനെ ഒതുക്കി കൊടുത്തോണ്ട് നന്ദിയായിട്ട് PT ഉഷക്ക് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയാലും നിങ്ങൾ അത്ഭുതപ്പെടണ്ട, ഞങ്ങൾ ഇത് നോക്കണ്ട. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ എല്ലും കഷ്ണം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കുട്ടീനെ ഈ പാവപ്പെട്ട കുട്ടീന്റെ ജീവിതം തകർക്കാൻ കൂട്ടുനിന്ന അഞ്ജു ബോബി ജോർജും ഷൈനി വിൽസണും ഈ PT ഉഷയും പിന്നെ രാധാകൃഷ്ണൻ നായരും ചന്ദ്രനും ഈ മെഡിക്കലിന്റെ വത്സനും എല്ലാം. മെഡിക്കൽ വത്സനും നിങ്ങളൊന്ന് നോക്കൂ. OP ജേഷം തീർച്ചയായും ശ്രീ ദേവദാസ്, ഇപ്പോൾ AC മൊയ്തീൻ ചിത്രയുടെ വീട് സന്ദർശിച്ചു. വീട് സന്ദർശനം എന്താണ് AC മൊയ്തീൻ പറഞ്ഞതെന്ന് കൂടി നോക്കാം. ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ കൂടി ചേരുകയാണ്. സിജു, പീപ്പിൾ TVയോട് അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ PU ചിത്രയുടെ വീട്ടിൽ ഞാൻ എത്തുമെന്ന്. എല്ലാവിധ നിയമ നടപടികളും സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ സന്ദർശനം എന്ന്. എന്തൊക്കെയാണ് AC മൊയ്തീൻ പറഞ്ഞത്? എന്തൊക്കെയാണ് അവിടെ കണ്ടത്? ജിംഷാദ്, അല്പസമയങ്ങൾക്ക് മുമ്പാണ് മന്ത്രി AC മൊയ്തീൻ PU ചിത്രയുടെ വീട്ടിലെത്തിയത്. PU ചിത്രയ്ക്ക് ആദ്യഘട്ടം മുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കായിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു പിന്തുണ ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇന്നത്തെ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. PU ചിത്രയ്ക്ക് വളരെ മികച്ച രീതിയിൽ കായിക രംഗത്ത് തിളങ്ങി നിൽക്കുന്ന PU ചിത്രയ്ക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ നൽകുമെന്ന ഉറപ്പാണ് മന്ത്രി AC മൊയ്തീൻ നൽകിയത്. അതോടൊപ്പം
അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന PU ചിത്രയെ ലോക അത്ലറ്റിക് മീറ്റിനുള്ള ടീമിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രി പറഞ്ഞിരുന്നു. അതേ കാര്യം ഇവിടെ PU ചിത്രയുടെ വീട്ടിലെത്തിയ ശേഷവും മന്ത്രി ആവർത്തിച്ചിരിക്കുകയാണ്. PT ഉഷ അതോടൊപ്പം തന്നെ അഞ്ജു ബോബി ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ ഈ സെലക്ഷൻ കമ്മിറ്റിയിലും അതോടൊപ്പം തന്നെ സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിട്ടും PU ചിത്രയ്ക്ക് അവസരം നിഷേധിക്കപ്പെട്ട കാര്യം ഒരിക്കൽ പോലും സർക്കാരിനെ അറിയിച്ചില്ല. അറിയിക്കുന്നതിൽ അവർ കാലതാമസം ഉണ്ടാക്കി. ഇത് ശരിയായില്ല. അതെല്ലാം ഇത്തരം കാര്യങ്ങളാണ് ഇതിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാന കാരണമായത് എന്നാണ് മന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചിത്രയോടൊപ്പം എല്ലാ സമയത്തും സർക്കാർ ഒപ്പമുണ്ട് എന്ന ഉറപ്പും മന്ത്രി AC മൊയ്തീൻ നൽകി. ചിത്രയ്ക്ക് മുണ്ടൂരിൽ വെച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം നൽകിയിരുന്നു. ഈ നിലവിലുള്ള പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ഈ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സാഹചര്യത്തിലൊന്നും ഒരിക്കൽ പോലും താൻ തളരില്ല. വളരെ കഠിനമായ ജീവിത സാഹചര്യത്തിലൂടെയാണ് കടന്നു വന്നത്. കഠിനമായ പരിശീലനം താൻ തുടരും. അതോടൊപ്പം തന്നെ കായിക രംഗത്ത് ശക്തമായി മുന്നോട്ട് പോകും. ലോക അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കണമെന്നുള്ളത് തന്റെ വലിയ ഒരാഗ്രഹമായിരുന്നുവെന്നും ചിത്ര പറഞ്ഞു. അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് TP ദാസനും മന്ത്രി AC മൊയ്തീനോടൊപ്പം ഉണ്ടായിരുന്നു. സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള പിന്തുണയും ചിത്രയ്ക്ക് നൽകും. ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിത്രയെ കാര്യമായി പരിഗണിക്കുമെന്നും TP ദാസൻ പറഞ്ഞു. അജിംഷാദ്, തീർച്ചയായും ചിത്രയുടെ ദുരന്തത്തിന് സമാനമായ ദുരന്തത്തിലൂടെ കടന്നുപോയ ഒരു അത്ലറ്റ് വേറെയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അത്രയ്ക്കുള്ള ദുരിതമാണ് ചിത്രയ്ക്ക് നേരിടേണ്ടി വന്നത്. PU ചിത്രയ്ക്ക് വേണ്ടി പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിൻ തുടങ്ങി. ഇതാ PU ചിത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് PU ചിത്രയെ ഈ വിധത്തിലാക്കിയവർക്കെതിരെ ശക്തമായ നിയമപരമായ താക്കീത് നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി AC മൊയ്തീൻ തീർച്ചയായും PU ചിത്രയെ കണ്ടു. PU ചിത്രയെ കണ്ടതിന് ശേഷമുള്ള വിവരങ്ങളാണ് സിജു കണ്ണൻ പങ്കുവെക്കുകയും ചെയ്തത്.